ഇതിനൊരു കംപ്ലൈന്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാവിനൊരു കംപ്ലൈന്റ് വന്നാൽ 10 ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു ഗ്ലാസ് തൈര് ഒഴിക്കുക. തൈര് ഒഴിച്ച് കലക്കുക. കലക്കി ഒരു ദിവസം നമ്മൾ പുളിപ്പിക്കാൻ വെക്കുക. ഒരു ദിവസം പുളിപ്പിക്കാൻ വെച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞാൽ വെയിൽ ആറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അരിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തെളിച്ചു കൊടുക്കുക. വീട്ടുകാരൊക്കെ സ്പെയർ ഇല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ കപ്പ് കൊണ്ട് വെറുതെ മുകളിലേക്ക് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. നല്ല ഇതായിട്ട് കിട്ടും. ഒരു കേടെന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മള് മാവുകള്, തെങ്ങ് അങ്ങനത്തെ സംഗതികൾ വെക്കുമ്പോ പ്ലാവല്ല, അതിന്റെ നമ്പർ ഇതിൽ കൊടുക്കാം. നമ്പർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ വെക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംശയങ്ങൾ വിളിക്കാം. തോട്ടങ്ങൾ ചെയ്യണമെങ്കിൽ നമ്മുടെ സാധനങ്ങൾ എടുക്കണമെന്നില്ല. നിങ്ങൾക്ക് സാധനങ്ങൾക്ക് വെക്കേണ്ട അളവുകളും കാര്യങ്ങളും ഇത് വെക്കേണ്ട രീതികള് വളങ്ങളും എല്ലാം പറഞ്ഞു തരുന്നുണ്ട്. എല്ലാ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് പറഞ്ഞു തരും. അത് നമ്മുടെ അതിന് എടുക്കണമെന്നില്ല സാറേ. നമ്മൾ കറക്റ്റ് ആയിട്ട് എന്തായാലും നമുക്ക് ഇപ്പൊ രോഗമുള്ള ഒരാള് നമ്മുടെ അടുത്ത് എത്താൻ പറ്റാത്ത ഒരാളാണെങ്കിൽ അതിന്റെ എല്ലാ ഡീറ്റെയിലും പറഞ്ഞു തരും. ഇപ്പോൾ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. ഒരു മന്ത്രിക്കൊക്കെ തോട്ടം ചെയ്യാൻ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു സെറ്റ് ചെയ്ത് കൊടുക്കും. അവർക്ക് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കും. അല്ല അവർക്ക് ചെയ്യണമെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കും. അവർ സെറ്റ് ചെയ്തോട്ടെ. സെറ്റ് ചെയ്യുന്നതിന് ഞാൻ 1 രൂപ മേടിക്കാറില്ല. അതിന് സാധനങ്ങൾ എടുക്കുക, പണിക്കാരെ കാശ് കൊടുക്കുക, JCB കാശ് കൊടുക്കുക. ഞാൻ ഒരു പൈസ പോലും വാങ്ങിക്കാറില്ല. അപ്പോൾ സെറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അത്രയും സൗകര്യം ഇവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 രൂപ പോലും ഇവിടുന്ന് ബെന്നേട്ടൻ വാങ്ങിക്കുന്നില്ല, എക്സ്പെൻസ് ആയിട്ട് വാങ്ങിക്കുന്നില്ല. സെറ്റ് ചെയ്യാനുള്ള ആവശ്യമുള്ള ആളുകൾ നമുക്ക് നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട്. ബെന്നേട്ടനെ തീർച്ചയായിട്ടും വിളിക്കാം. ഒരു പ്രയാസം ഇല്ലാണ്ട് ബെന്നേട്ടൻ വന്ന് ചെയ്ത് കൊടുക്കുന്നതാണ്. സാധനങ്ങൾ വാങ്ങിച്ചു പോകുന്നവർക്ക് അങ്ങനെ ചെയ്യാം. വിളിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സംശയങ്ങൾ തീർത്തു തരും. അപ്പോൾ അത്രയും സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ്. കേടുകളൊക്കെ എന്തുണ്ടെങ്കിലും അവരെ വിളിച്ചോട്ടെ. എന്ത് കേടുകളാണെങ്കിലും നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാം. അതുപോലെ തന്നെ അവര് മാവിന്റെ തോട്ടമൊക്കെ വെക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഒരു ടിപ്പ് പറഞ്ഞു കൊടുക്കാം അവർക്ക്. നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. ഇപ്പൊ ഇതിലൊന്നും നോക്കിയാൽ അറിയാം. മാവിന്റെ ഇത് ഞങ്ങള് ഇതില് അത്രയും അത്രയും നല്ല ഇതായിട്ടുള്ള മണ്ണാണ്. ശരിക്കും മണ്ണാണ്. അപ്പോ നമ്മള് ഒരു ലോഡ് ചകിരിച്ചോറ് ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ഈ സാധനം യൂറിയയിൽ കഴുകണം. ഫസ്റ്റ് ഒരു 2-3 പ്രാവശ്യം ഇളക്കി യൂറിയയിൽ മോട്ടർ അടിച്ച് നന്നായി കഴുകണം. കഴുകി കഴിഞ്ഞതിന് ശേഷം കുമ്മായിട്ടിട്ട് മറ്റേ ഇത്തിലിട്ട് ഈ സാധനം 10 ദിവസം മറിച്ച് അവിടെ മൂടിയിടണം. അപ്പൊ അതിന്റെ ഉള്ളിലുള്ള അണുക്കളൊക്കെ ചത്തു പുളിയൊക്കെ പോയി. അത് കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് എല്ലുപൊടി, വേപ്പ് മണ്ണാക്ക്, ചാണപ്പൊടി അങ്ങനെ എല്ലാ ജൈവവളം കൂട്ടി മിക്സ് ചെയ്ത് കുമ്മായം, മഞ്ഞൾപ്പൊടി, നമ്മുടെ സാധാരണ കറി വയ്ക്കുന്ന മഞ്ഞൾപ്പൊടി, ഇത് എല്ലാം ഇട്ട് അവര് മറിച്ച് ഈ സാധനം ശരിക്കും 110 ദിവസം മൂടിയിടണം. 110 ദിവസം മൂടി വെക്കണം. 10 ദിവസം ആദ്യം കുമ്മായിട്ട് മൂടി വെച്ചല്ലോ. അത് കഴിഞ്ഞ് 110 ദിവസം മൂടി വെക്കണം. മൂടി വെച്ച് അവര് 60% മിക്സും 40% മണ്ണും എടുത്ത് മിക്സ് ചെയ്തിടാം. മിക്സ് ചെയ്തിട്ട് ഓരോ കുഴികള് 1.5 അടി കുഴികൾ കുഴിച്ച് അതിലേക്ക് കുറച്ച് ഈ മണ്ണ് ഇറക്കി കൊടുത്ത് കവർ കീറി വെക്കുക. വെച്ച് മണ്ണിട്ട് കൊടുക്കുക. കംപ്ലൈന്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ഞാൻ പറഞ്ഞ ഈ തൈരിന്റെ പ്രയോഗം ചെയ്യാം. ഇനി ഇതിൽ മനസ്സിലാവാത്തവരാണെങ്കിൽ എന്നെ വിളിക്കാം. ആയിക്കോട്ടെ. വാട്സാപ്പിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കംപ്ലീറ്റ് എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് കംപ്ലീറ്റ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. നമ്പർ നമ്മൾ എന്തായാലും ഇതിൽ കൊടുക്കുന്നുണ്ട്. എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എന്ത് സംശയം ഉണ്ടെങ്കിലും ബെന്നേട്ടെ തീർച്ചയായിട്ടും വിളിക്കുക. ഏത് സമയത്ത് ഫോൺ എടുക്കൂല ബെന്നേട്ട? നിങ്ങൾ എപ്പോൾ വിളിച്ചാലും കിട്ടിയില്ലെങ്കിൽ ഞാൻ ആ മിസ് കോൾ കണ്ട് അവരെ തിരിച്ചു വിളിച്ച് കിട്ടിയില്ലെങ്കിൽ ആ സമയത്ത് കിട്ടിയില്ലെങ്കിൽ തിരിച്ച് വിളിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യത്തിൽ വിളിക്കാം. ബെന്നേട്ടൻ എല്ലാ സംശയങ്ങളും എല്ലാ കാര്യങ്ങളും പറഞ്ഞൊരു വിലന്റെ പ്രശ്നങ്ങളും എത്രത്തോളം വില ഉണ്ട്, വില കുറവുണ്ട്, ഹോൾസെയിലായിട്ടൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ബെന്നേട്ടൻ പറയുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ മാവുകള്, തെങ്ങ് അങ്ങനത്തെ സംഗതികൾ വെക്കുമ്പോൾ പ്ലാവല്ല, അതിന്റെ നമ്പർ ഇതിൽ കൊടുക്കാം. നമ്പർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ വെക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംശയങ്ങൾ വിളിക്കാം. തോട്ടങ്ങൾ ചെയ്യണമെങ്കിൽ നമ്മുടെ സാധനങ്ങൾ എടുക്കണമെന്നില്ല. നിങ്ങൾക്ക് സാധനങ്ങൾക്ക് വെക്കേണ്ട അളവുകളും കാര്യങ്ങളും ഇത് വെക്കേണ്ട രീതികള് വളങ്ങളും എല്ലാം പറഞ്ഞു തരുന്നുണ്ട്. എല്ലാ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് പറഞ്ഞു തരും. അത് നമ്മുടെ അതിന് എടുക്കണമെന്നില്ല സാറേ. നമ്മൾ കറക്റ്റ് ആയിട്ട് എന്തായാലും നമുക്ക് ഇപ്പൊ രോഗമുള്ള ഒരാള് നമ്മുടെ അടുത്ത് എത്താൻ പറ്റാത്ത ഒരാളാണെങ്കിൽ അതിന്റെ എല്ലാ ഡീറ്റെയിലും പറഞ്ഞു തരും. ഞാൻ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. സെറ്റ് ചെയ്ത് കൊടുക്കും. അവർക്ക് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കും. അല്ല അവർക്ക് ചെയ്യണമെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കും. അവർ സെറ്റ് ചെയ്തോട്ടെ. സെറ്റ് ചെയ്യുന്നതിന് ഞാൻ 1 രൂപ മേടിക്കാറില്ല. ഇപ്പൊ ഈ ഒരെണ്ണൊക്കെ എടുക്കാൻ പറഞ്ഞവർക്കാണ് തിരുവനന്തപുരത്ത് നിന്നും കൊല്ലം, കണ്ണൂരൊക്കെ വരുന്നുണ്ട്, കോഴിക്കോട് വരുന്നുണ്ട്, തിരൂര്, അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും വരുന്നുണ്ട് നമുക്ക്. അപ്പൊ അവർക്കൊക്കെ ഹോൾസെയിൽ റേറ്റിന് കൊടുക്കണം. എന്താ വെച്ചാൽ വണ്ടിയിലെ ഒരു പൈസ നമ്മള് അത്രയും പൈസ മുടക്കി വരുന്നതല്ലേ, എക്സ്പെൻസ് ഒക്കെ ഒരുപാട് വരുന്നതാണ്. അപ്പൊ അവർക്കൊക്കെ നമുക്ക് ഹോൾസെയിൽ റേറ്റിനെ കൊടുക്കാം. അതെ. വലിയ പ്ലാന്റുകൾ ഉണ്ട്. അതായത് 7 വർഷം, 8 വർഷം, 9 വർഷം, 10 വർഷമുള്ള വലിയ പ്ലാന്റുകൾ ഒക്കെ കാച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. ഞങ്ങൾ തന്നെ ബഡ് ചെയ്യണതാ. എല്ലാം ഞങ്ങൾ മാവുകളുടെ അണ്ടികൾ ഉണ്ടാക്കി അതുപോലെ തന്നെ അതൊക്കെ നിറച്ച് 1 വർഷം കഴിയുമ്പോൾ അതുമ്പോൾ ബഡ് ചെയ്യണ മാവുകളാണ്. പുറത്തൊരൊറ്റ മാവുകൾ ഞങ്ങൾ എടുക്കണില്ല. മാവോ പ്ലാവോ അങ്ങനത്തെ സാധനങ്ങളൊന്നും എടുക്കണില്ല. ജാതി
എല്ലാ സാധനങ്ങളും എല്ലാ ഇവിടെ തന്നെ ചെയ്യുന്നതാണല്ലേ? എല്ലാ ഇവിടെ തന്നെ ചെയ്യണ്ട. ഞങ്ങൾക്കിപ്പോ ഒരു 5 സ്ഥാപനമായി. വീട്ടുകാരാകുമ്പോ നമുക്ക് റേറ്റ് കൂടുതൽ എടുക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഹോൾസെയിൽ തന്നെ കൊടുക്കാം. ഇപ്പൊ ഒരുപാട് അവർക്ക് കണ്ടമാനം വേണ്ട. അപ്പൊ ഒരുപാട് സാധനങ്ങൾ എടുക്കുന്നവരാണെങ്കിൽ നമുക്കെല്ലാം ഹോൾസെയിൽ തന്നെ അവർക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പോഴും കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് നമ്മള്. കേടുകളൊക്കെ എന്തുണ്ടെങ്കിലും അവരെ വിളിച്ചോട്ടെ. എന്ത് കേടുകളാണെങ്കിലും നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാം. ഞങ്ങളിപ്പോഴും പ്ലാന്റുകൾ കണ്ടമാനം ഉണ്ട്. ഇപ്പൊ ഞങ്ങളുടെ വലിയ പ്ലാന്റുകൾ ഉണ്ട്. അതായത് 7 വർഷം 8 വർഷം 9 വർഷം 10 വർഷമുള്ള വലിയ പ്ലാന്റുകൾ കാച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. പക്ഷെ ഇപ്പൊ മാങ്ങ ആവണല്ലോ ഉള്ളു. അത് തന്നെ കായ കാണാത്ത. ഒരു മാസം കൊണ്ട് കഴിഞ്ഞാൽ നിറച്ച് കായാവും ഇടുന്നത്. ചെറിയ പ്ലാന്റുകളും ഉണ്ട്. അതായത് 100 തൊട്ടുള്ള പ്ലാന്റുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങൾ തന്നെ ബഡ് ചെയ്യണതാ. എല്ലാം ഞങ്ങളുടെ മാവുകളുടെ അണ്ടികൾ ഉണ്ടാക്കി അതുപോലെ തന്നെ അതൊക്കെ നിറച്ച് ഒരു വർഷം കഴിയുമ്പോൾ അതുമ്പോൾ ബഡ് ചെയ്യണ മാവുകളാണ്. പുറത്തൊരൊറ്റ മാവുകൾ ഞങ്ങൾ എടുക്കണില്ല. മാവോ പ്ലാവോ അങ്ങനത്തെ സാധനങ്ങളൊന്നും എടുക്കണില്ല. ജാതി എല്ലാ സാധനങ്ങളും എല്ലാം ഇവിടെ തന്നെ ചെയ്യുന്നതാണല്ലേ? എല്ലാം ഇവിടെ തന്നെ ചെയ്യണ്ട. ഞങ്ങൾക്കിപ്പോ ഒരു 5 സ്ഥാപനമായി. അതൊരു ചെറിയൊരു സ്ഥാപനം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഒരു 4-5 സ്ഥാപനം ഉണ്ട്. അപ്പൊ അതിൽ തന്നെ ഞങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. എല്ലാം ഇവിടെ തന്നെ ചെയ്യുന്നല്ലേ? ഈ എല്ലാം നിങ്ങളെ സ്ഥലത്തിനൊക്കെ ചെയ്യുക? എല്ലാം ഒന്നും പുറത്തുനിന്ന് വാങ്ങിക്കുന്നില്ല? ഒന്നും പുറത്തുനിന്ന് വാങ്ങിക്കുന്നില്ല. പിന്നെ അപ്പൊ നമുക്ക് ഇവിടുത്തെ ഈ റൂട്ടിന്റെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. സ്ഥലം എവിടെ, കറക്റ്റ് ആയിട്ട് അഡ്രസ് ഒന്ന് പറഞ്ഞു കൊടുക്കുക. തൃശ്ശൂർ ജില്ലയില് ആമ്പല്ലൂരിനും പുതുക്കാടിനും മധ്യാണ് ഇരിക്കുന്നത്. അപ്പൊ തൃശ്ശൂരിൽ നിന്ന് പറഞ്ഞവർക്ക് ലെഫ്റ്റ് സൈഡ് സർവീസ് റോഡിലാണ്. അതായത് പുതുക്കാട് KSRTC എത്തുന്നതിന് മുമ്പ് പുതുക്കാട് ഹൈവേ റോഡിന് ചേർന്ന് നിൽക്കുന്ന ഒരു ചെറിയ റോഡിൽ കൂടി വരണം. അതെ സർവീസ് റോഡിൽ വന്നിട്ട് ഒരു 1/2 കിലോമീറ്ററോളം ഇല്ല. 200 മീറ്റർ. ഇതിന്റെ പേര് പറയൂ. കുരിശിങ്കൽ നഴ്സറി പുതുക്കാട് എന്ന് പറഞ്ഞിട്ടുള്ള ബോർഡ് കാണും. ലെഫ്റ്റ് സൈഡ് തന്നെ, ആ റോഡ് സൈഡ് തന്നെ കാണുന്ന ആ ഒരു പിന്നെ കൃഷികളാണ് ഈ കാണുന്നത്. അപ്പൊ നമുക്ക് ഇനി ഐറ്റംസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം. പിന്നീട് നമുക്ക് ഇവിടെ തുടങ്ങേണ്ടത് നമുക്ക് ഈ തന്നെ ആയിക്കോട്ടെ. വലിയ മാവുകളുണ്ട്. വലിയ മാവുകള് 8 വർഷം 10 വർഷം ഉള്ള മാവുകളുണ്ട് നമ്മുടെ കയ്യില്. അതിപ്പോ നമ്മള് കഴിഞ്ഞ യൂട്യൂബിലൊക്കെ നമ്മള് 8 രൂപ 10 രൂപയ്ക്ക് പറഞ്ഞിരുന്നേ. ഇപ്പൊ കണ്ടമാനം ഉണ്ടാക്കണ ഇപ്പൊ ഞങ്ങള് റേറ്റില് കുറച്ച് വ്യത്യാസം വരുത്തിണ്ട്. ഇപ്പൊ ഞങ്ങൾ 6000 രൂപയ്ക്ക് ഞങ്ങൾ കൊടുത്തോണ്ടിരിക്കുന്നത്. 2000 രൂപ അതുപോലെ തന്നെ ഞങ്ങൾ ഡിസ്കൗണ്ട് ചെയ്തു. ഇതൊക്കെ അല്ലേ ഐറ്റം? ഇതാണ് ഐറ്റം. അത്യാവശ്യം നല്ല കടമാണ്. ഇത് തൈ എന്ന് പറയാൻ പറ്റില്ല, മരം തന്നെ അല്ലേ? മരം തന്നെയാണ്. ഇത് അത്യാവശ്യം നല്ല വലുപ്പമൊക്കെ ഉള്ളത്. ഇത് എത്ര വർഷമായിട്ടുള്ളതെന്ന് പറയുന്നത്? 8 വർഷം 10 വർഷത്തിന്റെ ഉള്ളിൽ. ഇനി ഇത് കായ്ച്ചിരുന്നോ? അത് കായ്ച്ചുകൊണ്ടിരിക്കുന്ന മാവുകളാണ് ഞങ്ങളുടെ കംപ്ലീറ്റ് നമ്മൾ 10 രൂപയ്ക്ക് കൊടുത്തിരുന്നത്. 6000 രൂപയ്ക്ക് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത്. ഇതൊക്കെ പെട്ടെന്ന് ഈ സാധനം തന്നെ വില? അതൊക്കെ ആ റേറ്റ് തന്നെയാണ്. ഏറ്റവും വലിപ്പം നോക്കി അവർ കൊണ്ടുപോകാം. നമ്മൾ 30 കവറിലാണ് ആ റേറ്റിന് കൊടുത്തോണ്ടിരിക്കുന്നത്. ഇത് വിയറ്റ്നാം പ്ലാവാണ്. ഇതൊക്കെ എത്ര ആയതാ? ഇതൊക്കെ നമുക്ക് ഒരു 1.5 വർഷം കഴിഞ്ഞ പ്ലാവുകളാണ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് ദൂരം നിന്ന് വരുന്ന ആൾക്കാർക്കൊക്കെ ഇവിടുന്ന് നമ്മള് ഹോൾസെയിൽ റേറ്റിന് സാധനങ്ങൾ കൊടുക്കുന്ന പറയുന്നത് ക്വാണ്ടിറ്റി കൂടിക്കഴിഞ്ഞാൽ അതിനേക്കാളും കുറച്ച് റേറ്റ് കുറയും. എന്തായാലും ഒരുപാട് വില വ്യത്യാസമുള്ള ഒരു നഴ്സറി ഇപ്പോൾ കണ്ടെടുത്തോളം. ഇത് ചെറുതും വലുതുമായിട്ടുള്ള തൈകളൊക്കെ ഒരുപാട് ഇവിടെ ലഭ്യമാണ്. നമുക്കൊരു 5 നഴ്സറി ഉണ്ട്. 5 നഴ്സറി ഉണ്ട്. അതിൽ 2 മാത്രമേ ബിസിനസ് ചെയ്യുന്നുള്ളൂ. നോക്കാനും ആൾക്കാരില്ല. ഇപ്പൊ നമ്മള് ഹൈവേയിലുള്ള നഴ്സറിയിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. ആൾക്കാർക്ക് വരാനും പോകാനൊക്കെ എളുപ്പം ഇതല്ല. ഒരു സൗകര്യത്തിന് വേണ്ടി ഹൈവേയിലുള്ളതിന് മാത്രമേ ഇപ്പോൾ ഇവിടെ പ്രവർത്തനമുള്ളൂ. ബാക്കി അവിടെ ആളില്ലാത്ത കാരണം അടച്ചിട്ടിരിക്കുകയാണ്. അതിനേട്ടാ അല്ല, അവിടെ വർക്കേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. സാധനങ്ങൾ ഉണ്ടാക്കലും കവറുമാറ്റലും ഒക്കെ ചെയ്തോണ്ട്. വിൽപ്പനല്ല അവിടെ നോക്കാൻ പറ്റാത്ത. അതെവിടെയാണ് സ്ഥലം? അത് കാരിക്കുളം, ചങ്ങലൂര്, മത്താര, അങ്ങനെ പല സ്ഥലങ്ങളിലും നമുക്ക് സ്ഥലങ്ങളുണ്ട്. അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിൽപ്പനയില്ല. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് കഴിഞ്ഞതിനനുസരിച്ച് കൊണ്ടുപോകാം. പിന്നെ കൂടുതൽ സാധനങ്ങൾ വേണമെങ്കിൽ അവിടെ നിന്ന് കയറ്റി വിടാം. കച്ചവടക്കാർക്കൊക്കെ കയറ്റി വിടാൻ പറ്റിയ സംവിധാനമൊക്കെ അവിടെ ഉണ്ട് അല്ലേ? ഇതൊക്കെ മാവിന്റെ ചെറിയ ചെറിയ തൈകളാണ്. അതൊക്കെ ബഡ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ. ഇതൊക്കെ കുറച്ചും കൂടി വലുപ്പമായതിനു ശേഷം നമ്മൾ കൊടുക്കണം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് കേട് തീർന്നു ബോധ്യപ്പെട്ടതിന് ശേഷം. അതുപോലെ നമ്മൾ ഇതൊക്കെ നിറയ്ക്കണത് ഞാൻ വീണ്ടും പറയാം. എല്ലാത്തിലും ഞങ്ങള് മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ കംപ്ലൈന്റ് വന്ന തൈര് മാത്രമാണ് അടിക്കുന്നത്. ഇംഗ്ലീഷ് മരുന്നുകളോ കാര്യങ്ങളോ ഒന്നും ഇതിൽ അടിക്കണില്ല, ഒന്നും ചെയ്യുന്നില്ല. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഒരു റൈറ്റ് പറയാത്ത വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ 30ന്റെ കവറുണ്ട്, 21ന്റെ കവറുണ്ട്, 20ന്റെ കവറുണ്ട്, 16ന്റെ കവറുണ്ട്, 12ന്റെ ഉണ്ട്, 8ന്റെ ഉണ്ട്, 6ന്റെ ഉണ്ട്, അങ്ങനെ പല സൈസുള്ള കവറുകളുണ്ട്. ഇത് പറഞ്ഞവർക്ക് നമ്മളൊരു ചെറിയൊരു റേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബിൽ കൂടെ നിങ്ങൾ ആ വില പറഞ്ഞെന്നുള്ള സംശയങ്ങൾ തോന്നാം. അതെ അതെ അതെ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വന്ന് അല്ല, അത് ശരിയാണ്. പല സൈസിലുള്ള തൈകളുണ്ട്, പല സൈസിലുള്ള കവറുകളുണ്ട്. അപ്പോൾ പല വില ഉള്ള സാധനങ്ങളായിരിക്കും. നമ്മൾ ഇതിൽ പറയുന്ന സാധനമായിരിക്കില്ല ചിലപ്പോൾ കസ്റ്റമർ ഒന്ന് ചോദിക്കാറ്. അപ്പോൾ വില വ്യത്യാസം ഉണ്ടാവും. അത് വെന്നേട്ടം പറഞ്ഞാൽ വളരെ കറക്റ്റാണ്. അപ്പം എന്തായാലും അതിനെന്തായാലും വ്യത്യാസം വരും. അപ്പോൾ നമുക്ക് ഏത് തയ്യ വേണ്ട വെച്ചാൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള വില
നമുക്കിവിടെ വലുതുകളൊക്കെ കൊടുത്തിരുന്നത് 8,000 കൊടുത്തിരുന്നത്, ഇപ്പൊ 6,000 കൊടുക്കണേ. കഴിഞ്ഞ യൂട്യൂബില് 21ന്റെ കവറ് നമ്മള് 2,000 കൊടുത്തിരുന്നത്, അത് 500 രൂപ കുറച്ച് നമ്മൾ 1,500 ഇപ്പൊ കൊടുത്തോണ്ടിരിക്കണേ. പിന്നെ 21ന്റെ കവറ് 3,000 കൊടുക്കണ്ടായിരുന്നു വലിയ മാവുകളായിട്ട്, അതൊക്കെ ഇപ്പൊ നമ്മൾ 1,500 കൊടുക്കണം. ഒന്നിനും വില വ്യത്യാസമില്ലാണ്ട്. അതായത് ലോങ് പറഞ്ഞവർക്ക് കുറെ ബുദ്ധിമുട്ടുകൾ, നമ്മള് വണ്ടിയുടെ പൈസകളും കാര്യങ്ങളൊക്കെ ചെലവ് കൂടും. അപ്പൊ നമ്മൾ ആ ചെലവ് ഇവിടെ നിന്ന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും, റേറ്റിൽ വ്യത്യാസത്തിൽ കൊടുക്കും, ഹോൾസെയിൽ റേറ്റിന് കൊടുക്കും, ചുരുക്കി പറഞ്ഞ. ഓക്കെ. ഇതെന്താ പിന്നെ ഐറ്റംസ്? ഇതൊരു നല്ല സൈസ് പാമ്പാണ്, അകത്ത് വെക്കാം, വെയിലത്തും വെക്കാം. വെയിലത്ത് നല്ലത് ഷെയ്ഡുള്ള സ്ഥലങ്ങളാണ്. വീടിന്റെ ഫ്രണ്ടിലൊക്കെ മുള്ളില്ല. അപ്പൊ ഇത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിറച്ച് കിളികളും ഒക്കെ കൂട്ടും. നല്ല ഭംഗിയുള്ള ഒരു സാധനമാണ് പാമ്പ്. ചെറിയ ഇല, അധികം ഹൈറ്റ്, അധികം വണ്ണം വരില്ല. ഈ സൈസിൽ തന്നെ ഉണ്ടാവുള്ളൂ. ഇതിൽ വണ്ണം വെക്കി സാധനം വണ്ണം വരുമൊന്നുമില്ല. വണ്ണം ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും, അല്ലാണ്ട് അധികം വണ്ണം വരില്ല. ഇതൊക്കെ കുറച്ച് പ്രായമുള്ളതാണ്. നമ്മള് വെറും 1,000 രൂപ കൊടുക്കണേ. എല്ലായിടത്തും 2,000, 2,500, 3,000 ഇങ്ങനെ ഈ സാധനം വിൽക്കണം. ഞാൻ 1,000 രൂപ സാധനം വിൽക്കണം. ഹോൾസെയിൽ തന്നെ നല്ല വിലയുണ്ട്, ഇതിനൊക്കെ വിലയുണ്ട്, മേടിച്ചവർക്ക് അറിയാം. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും വില കുറച്ച് കൊടുക്കാനുള്ള ഒരു കാരണം ഒന്ന് പറയും, എന്താ സംഭവം എന്നുള്ളത്? ഇത് ഒരു വലിയൊരു കടയില് ഈ കട കവറ് പൊളിച്ച് ഞങ്ങളിത് ഒക്കെ പീസാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ തന്നെ ഒരു 10-100 ഉണ്ടാവും. അതായത് ഈ ഒരു പാക്കറ്റില് ഈ കവറിനകത്ത് 10-100 ഉണ്ടാവും. അപ്പൊ നമ്മളത് വെച്ചുണ്ടാക്കുമ്പോ 100-ന് 100 കവറ് കിട്ടി. കുറച്ച് സമയം വേണം മാത്രം. അതുകൊണ്ട് നമ്മള് കുറെ സ്ഥലങ്ങളുണ്ടെന്ന് പറഞ്ഞു. ആ സ്ഥലങ്ങളിൽ വെച്ചുണ്ടാക്കുമ്പോ പോലെ ഇത് ഉണ്ടായാൽ മതിയില്ല. അപ്പൊ ഉണ്ടാക്കുമ്പോ നമ്മള് 5,000, 10,000 ഉണ്ടാക്കണേ. അത് അവിടെ ഇരുന്ന് വിൽക്കണതിനനുസരിച്ച് സാധനം കൊടുക്കാൻ പറ്റും. അതായത് അതിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒരുപാടുണ്ട് ഈ സാധനം, ഒരുപാടുണ്ട്. ഉണ്ടാക്കാനും കണ്ടമാനം ഇപ്പൊ പൊളിച്ചിട്ടുണ്ട്. വീട്ടിൽ വെക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണിത്. ഇത് ഒരുപാട് പീസുണ്ട്. റേറ്റ് ഇപ്പൊ പറഞ്ഞല്ലോ, റേറ്റ് പലയിടത്തും ഭയങ്കര വിലയാണെന്നാ പറയുന്നത്. ഇവിടെ 1,000 രൂപയാണ് ഇപ്പൊ ഇതിന് വേണ്ടിയിട്ട് വാങ്ങിക്കുന്നത്. 21ന്റെ കവറാണ് ആ വിലക്കാണ് കൊടുക്കുന്നത്. എന്തായാലും ഇതുപോലത്തെ ഐറ്റംസ് ഒരുപാട് ഇവിടെ ലഭ്യമാണ്. ആവശ്യക്കാർക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. ഒരു വല്യമാവ് തന്നെ ഒരു 10,000 ചോദിച്ചാൽ ഉണ്ട് അല്ലേ? സാധനം സ്റ്റോക്ക് ഉണ്ട്, വലുതൊക്കെ സ്റ്റോക്ക് ഉണ്ട്, കണ്ടമാനം സ്റ്റോക്ക് ഉണ്ട്. ഇതിപ്പോ 400 രൂപന്റെ നിങ്ങൾ സാധാരണ കൊടുക്കുന്ന റേറ്റ് പറഞ്ഞത്, ഇതിന് ഹോൾസെയിൽ റേറ്റ് ആകുമ്പോൾ ഒന്നുകൂടി കുറയില്ലേ? 250 രൂപ കൊടുക്കും ഹോൾസെയിൽ റേറ്റ്. 250 രൂപ. ഈ മാവല്ല, വലിപ്പം പറഞ്ഞു. എന്താ പേര് പറഞ്ഞത്? ഇതിൽ എല്ലാ സൈസ് മാവുകളുണ്ട്. പൊല്ലിന്റെ, കാലാപ്പാടിന്റെ, ഹിമാപസന്ത് ഉണ്ട്. അതിന്റെ ഇപ്പൊ ഒരു 40 റേറ്റോളം മാവുകളുണ്ട്. ഇപ്പൊ 40 വെറൈറ്റി മാവുകളുണ്ട്. ഒന്നും നമ്മൾ പുറത്തുനിന്ന് എടുക്കണതല്ല, എല്ലാം നമ്മള് സ്വന്തമായിട്ട് ഇവിടെ ബഡ് ചെയ്യണതാ. കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇപ്പൊ ബഡ് ചെയ്ത് കവർ മാറ്റി കവറിൽ കയറി തുടങ്ങണം. ഇപ്പൊ ഇതൊക്കെ കവർ അഴിച്ചു തുടങ്ങിയിട്ടുള്ളൂ. അതുപോലെ തന്നെ മാവില് ഏറ്റവും നല്ലൊരു വെറൈറ്റി, കേടില്ലാത്തൊരു വെറൈറ്റി കുളമ്പ് എന്ന് പറഞ്ഞിട്ട്. നല്ല മണമാണ്, നല്ല മണം, കേടുമില്ല, നല്ല മാമ്പഴം എല്ലതും. ഇതൊക്കെ ഞങ്ങൾ ബഡ് ചെയ്യുന്നത്. അതിന് കണ്ണു വെച്ച് ബഡ് ചെയ്തിട്ട് കണ്ട അതിന്റെ സൈസ് കണ്ട. ഇതൊക്കെ നമ്മൾ 1,500 രൂപ കൊടുക്കണം. 1,500 രൂപ. ഇത്രയും ഹൈറ്റുള്ള സാധനം, ഇത്രയും ഹൈറ്റുള്ള ബ്രൂണിങ് കഴിഞ്ഞിട്ടുള്ളതാണ്. അധികം മറ്റേ ഹൈറ്റ് വരില്ല, നല്ല കൊട പോലെ നിൽക്കും. ഇതിന്റെ ഇല നല്ല സ്മെല്ലാണല്ലോ അല്ലേ? ഞാൻ ഇപ്പൊ നോക്കി നോക്കിയത്, നല്ല സ്മെല്ലല്ലേ? മാവ് എങ്ങനെ ടേസ്റ്റ് എങ്ങനെ? ഇതിന് നല്ല ടേസ്റ്റ് ആണ്. ഇതിപ്പോ വീടുകളിലുള്ളവർക്ക് അറിയാം. അതായത് അത്ര അധികം വാങ്ങിണ്ടാവും. നല്ല നിറഞ്ഞ കായ്ക്കും. ഒരു കൊല 20, 25, 30 ഒക്കെ ഉണ്ടാവും. ഈ കാണുന്നതൊക്കെ തന്നെയല്ലേ? വലിയ സൈസ് ഒക്കെ ഇപ്പൊ ഈ പറഞ്ഞ റേറ്റിനാ കൊടുക്കുന്നത് പിന്നീട്ടാ? അതെ, ഈ റേറ്റിനാണ് കൊടുക്കുന്നത്. ഈ റേറ്റിനാ കൊടുക്കുന്നത്. അതെ, അറ്റം വരെ സാധനം ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊക്കെ അതിൽ പെട്ടതാ അല്ലേ? ഈ സൈസിലുള്ളത് 5,000, 10,000 ഇഷ്ടം പോലെ മാവുകളുണ്ട്. ഒരുപാട് അവൈലബിൾ ആണ്, സ്റ്റോക്ക് ഒരുപാടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഡെലിവറി ചെയ്യുന്നുണ്ടോ? ഡെലിവറി ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മള് വണ്ടിയുടെ പൈസ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. ദൂരത്തിനനുസരിച്ച് ചിലപ്പോൾ എക്സ്പെൻസ് കൂടുന്നതിനനുസരിച്ച് ക്യാഷ് കൊടുക്കേണ്ടി വരും.